സാർ എനിക്ക് സിനിമ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒക്കെ തീർച്ചയായിട്ടും കാണിക്കുന്നത് മുപ്പത്തി മദ്രാസിലാണ്. മദ്രാസിൽ പോയിട്ട് ആ ഫോർത്ത് വെച്ച് തീരില്ല മുപ്പത്തിക്ക് ഒരു സിനിമ വിട്ടു. പുള്ളിയും ശോഭനോട് ഒരു 10-50 ഗസ്റ്റുകളൊക്കെ വന്നു. അവരോട് ഭയങ്കര ശോഭന അവസാനം എമോഷനായി പോയി. ശോഭന പറയുന്നത് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മരിച്ചുപോയ തിരഞ്ചേട്ടൻ, പപ്പേട്ടൻ, ചേട്ടൻ, ചേട്ടൻ, KP ചേച്ചിയൊക്കെ കാണുമ്പോഴത്തേക്കും ശോഭന അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ കളഞ്ഞു. എൻ്റെ അടുത്ത് അടുത്ത് എന്തെനിക്ക് സാധനം ഭയങ്കരമായിട്ട് എമോഷനായി പോയി, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ. അതായത് അവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇതില്ല, അവരൊക്കെ വീണ്ടും ഇങ്ങനെ അവരുടെ ശബ്ദം കേട്ടവർ വരുമ്പോൾ പിന്നെ ശോഭന ഒരു അസാധ്യമായ പ്രകടനമാണല്ലോ അത് കാണിച്ചത്. നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയില്ലേ. കൂടെ വർക്ക് ചെയ്ത ശോഭനയ്ക്ക് അത്ര വിഷമമുണ്ടെന്ന് പറഞ്ഞതിൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഇന്നും ആ സിനിമകൾ, ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും. കാരണം ആ സിനിമ പൊലിപ്പിച്ച, അതിന്റെ പീക്കിലെത്തിപ്പിച്ച നല്ല നല്ല ആർട്ടിസ്റ്റുകളൊന്നും ഇനി ഇല്ലാന്ന് തോന്നുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ഞാനൊരു റീല് കണ്ടു. എഡിറ്റ് ചെയ്ത റീലാണ്. മനുഷ്യത്താഴിന്റെ ആ കൊട്ടാരത്തിലോട്ട് ചില ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ശോഭന, മോഹൻലാൽ, തിലകൻ, KP ലളിത, അതിൽ നകുലന് ചെറിയൊരു അരക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് അത് കണ്ടപ്പോ തന്നെ ശരിക്കും നമ്മൾ നോക്കുമ്പോ ഇനി ആരും ഇല്ല അതില്. നല്ല നല്ല കഥാപാത്രങ്ങൾ ഒന്നും അതിലില്ല. ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ആ സമയത്ത് തന്നെ എടുക്കേണ്ടതായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്.